മലയോര പാതയിൽ ചെറുപുഴ പെരിങ്ങാലയിൽ വാഹനാപകടം. പിക്കപ്പ് വാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്തു. ഇന്ന് രാവിലെ 8ഓടെയായിരുന്നു അപകടം. ചെറുപുഴ ഭാഗത്തേക്ക് പാഴ്സലുമായി വരികയായിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈദ്യുതി തൂൺ തകർന്ന റോഡിൽ വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. KSEB ജീവനക്കാരെത്തി വൈദ്യുതി ലൈൻ നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ദിവസേന നിരവധി അപകടങ്ങളാണ് ഈ ഭാഗത്തുണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് രാവിലെ 8 മണിക്കാണ് ഉണ്ടായത്. ഇന്നലെ ഉണ്ടായി. ആ റോഡിൻ്റെ വളവിൻ്റെ സൈഡിൽ നിന്ന് വഴുമ്പം തന്നെ വണ്ടിക്ക് ഇവിടെ ഓവർ സ്പീഡാണ്. ഇവിടെ ഇറക്കാണ്, പെരിങ്ങാല ഇറക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ റോഡ് പണിതപ്പം തന്നെ പറഞ്ഞതാണ് അപകടം ഉണ്ടാകും, നിങ്ങൾ അലൈൻമെൻറ്റ് മാറ്റണം റോഡ്. ഇപ്പോൾ അങ്ങോട്ട് ചെരിവാണ്. ഇന്നലെ വന്ന ഈ വേലിക്കെട്ട് 2 വട്ടം ഇടിച്ചു. ഒന്ന് കഴിഞ്ഞ ആഴ്ച വന്നതിൻ്റെ മതിലടക്കം ഇടിച്ചു തകർത്തു. ഇന്ന് രാവിലെ 8 മണിക്കാണ് നല്ല തിരക്കുള്ള സമയം. സ്കൂൾ ബസ് പുറകിലുണ്ട്, കാടിൽ നിന്ന് വാഹനം എല്ലാം വരുന്നുണ്ട്. ആ സമയത്താണ് ഇരിക്കും. ഇപ്പം ഫ്രണ്ടിലൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്കുകാരൻ സ്ലോ ആക്കിയിലാണ് വണ്ടി പെട്ടെന്ന് ഇതിൽ ചവിട്ടിയപ്പം തെന്നി പോവുകയാണ്. റോഡ് പരിചയമില്ല. എറണാകുളത്തുനിന്ന് വരുന്ന കൊറിയർ സർവീസാണ് ഈ സ്റ്റെപ്പ്. അപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് ചവിട്ടി കിട്ടിയില്ല. ഒന്ന് പോസ്റ്റ് ഇട്ടിടിച്ചു. ഇത് 5ാമത്തെയാണ് ഈ പോസ്റ്റ് കയറുന്നത്. പല പ്രാവശ്യം ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഞ്ചായത്തിലൂടെ പറയും, അല്ല അതിനാരോടാ പറയേണ്ടത്. ഒന്നാമത് അവിടെ ഉണ്ടായിരുന്ന KSEBയോടൊന്ന് വിളിച്ച് പറഞ്ഞാലോ അവിടെ ഓഫീസ് തിരക്കാണ്. അവർ വന്ന് ആ സെക്കൻഡ് വന്നു, ഒന്ന് ലൈൻ കട്ട് ചെയ്തു. വാഹനമൊന്നും പോയില്ല. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് നാട്ടുകാരും ഉദ്യോഗസ്ഥരെല്ലാം കൂടെ കൂടിയിട്ട് കമ്പി മുറിച്ച് മാറ്റിയിട്ട് വാഹനം ഇപ്പം വിട്ടുന്നുണ്ട്. രാവിലെ വണ്ടികളെല്ലാം തിരിച്ചു പോയി. പെരിങ്ങാല കൂടി വളച്ച് കിട്ടിയാണ് ചെറുപുഴയ്ക്ക്. ആലക്കോട് പോയവർ പ്രാപ്പോയി ചെന്ന് എയ്യെങ്കിൽ കൂടി പോയത്. മലയോര പാതയിൽ ആലക്കോടിനും ചെറുപുഴയ്ക്കുമിടയിൽ ദിവസവും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്.